ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പിയൂൺ അറ്റൻഡർ ഈ ഭാഗത്തിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 31/2015 വാർഡൻ അറ്റൻഡർ, ജയിൽസ് വാച്ച്മാൻ, നൈറ്റ് വാച്ച്മാൻ ഫോർ എക്സ് സർവീസ്മെൻ ഓൺലി. ഈ ഭാഗത്ത് നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. 14/2/2015 ഈ എക്സാം നടന്നത്. അപ്പോൾ പിയൂൺ അറ്റൻഡർ വിഭാഗത്തിലെ അതേ സിലബസ് തന്നെയാണ് ഈ എക്സാമിന് വരുന്നത്. അത് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തതാര്? ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ആരുടെ ഭരണകാലത്താണ് ഇന്ത്യ സന്ദർശിച്ചത്? ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലത്താണ് ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത്. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം? 1991 ഏപ്രിൽ 18. 1991 ഏപ്രിൽ 18 ഇന്ത്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയത്. ദി കേണൽ എന്ന വിളിപ്പേര് ഏത് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് താരത്തിനാണുള്ളത്? ദിലീപ് വെങ് സർക്കാരിനാണ് ദി കേണൽ എന്ന വിളിപ്പേരുള്ളത്. അദ്ദേഹം ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് താരമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 370 ആർട്ടിക്കിൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 370 ആർട്ടിക്കിൾ. കേരളത്തിൽ എത്ര രാജ്യസഭാ അംഗങ്ങളുണ്ട്? 9. കേരളത്തിൽ 9 രാജ്യസഭാ അംഗങ്ങൾ ഉണ്ട്. 2013 സെപ്റ്റംബറിൽ പാകിസ്ഥാൻ പ്രസിഡന്റായി സ്ഥാനമേറ്റതാര്? മംനുൽ ഹുസൈനാണ് 2013 സെപ്റ്റംബറിൽ പാകിസ്ഥാൻ പ്രസിഡന്റായി സ്ഥാനമേറ്റത്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം ഏത്? സിക്കിമാണ് ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? രാമസ്വാമിയായിരുന്നു കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ? ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയതാണ്. രേഖ ശർമ്മയാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ. പഞ്ചതന്ത്രം കഥകളുടെ കർത്താവ്? വിഷ്ണു ശർമ്മയാണ് പഞ്ചതന്ത്രം കഥകളുടെ കർത്താവ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ വീറ്റോ അധികാരമുള്ളത്? സ്ഥിരാംഗങ്ങൾക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ വീറ്റോ അധികാരമുള്ളത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുടുംബം, ഒരു ലോകം എന്ന് പറഞ്ഞതാര്? വൈകുണ്ഠസ്വാമികളുടെ വാക്കുകളിലാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുടുംബം, ഒരു ലോകം എന്നത്. ലോകത്തിൽ ആദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം? ചൈനയാണ് ലോകത്തിൽ ആദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം. ഇന്ത്യയിൽ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ്? ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ്. അജന്ത ഗുഹ ചിത്രങ്ങൾ ഏത് കാലഘട്ടത്തിലേതാണ്? ഗുപ്ത രാജാക്കന്മാരുടെ കാലഘട്ടത്തെയാണ് അജന്ത ഗുഹ ചിത്രങ്ങൾ. കൗടില്യൻ രചിച്ച വിഖ്യാതമായ ഗ്രന്ഥം? അർത്ഥശാസ്ത്രമാണ് കൗടില്യൻ രചിച്ച വിഖ്യാതമായ ഗ്രന്ഥം. ഏറ്റവും വലിയ കായിക ബഹുമതി? രാജീവ് ഗാന്ധി ഖേൽരത്നയാണ് ഏറ്റവും വലിയ കായിക ബഹുമതി. ജാർഖണ്ഡിന്റെ തലസ്ഥാനം? റാഞ്ചിയാണ് ജാർഖണ്ഡിന്റെ തലസ്ഥാനം. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഇന്ത്യക്കാരൻ? മഹാത്മാഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഇന്ത്യക്കാരൻ. ഇന്റർനെറ്റിന്റെ പിതാവ്? ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയാണ്. വിൻഡർ സർഫാണ് ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ കളിക്കാരൻ? ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയതാണ്.
2013 ബഷീർ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. ഈ ക്വസ്റ്റ്യനും ഒഴിവാക്കി. 2013 ബുക്കർ സമ്മാനം നേടിയ വനിത ലിഡിയ ഡേവിഡ്. ലിഡിയ ഡേവിഡ് ആണ് 2013 ബുക്കർ സമ്മാനം നേടിയ വനിത. മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ച ലോഹം ചെമ്പ്. ചെമ്പാണ് മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ച ലോഹം. ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ഉരുക്കു വനിത എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം ഷാജഹാൻ്റെ ഭരണകാലം. ഷാജഹാൻ്റെ ഭരണകാലമാണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡൽഹി ഭരിച്ച അവസാനത്തെ സുൽത്താൻ വംശം ലോധി വംശം. ലോധി വംശമാണ് ഡൽഹി ഭരിച്ച അവസാനത്തെ സുൽത്താൻ വംശം. ഇന്ത്യയിൽ സംസ്ഥാന മുഖ്യമന്ത്രി പദം വഹിച്ച ആദ്യ വനിത സുജേത കൃപലാനി. സുജേത കൃപലാനിയാണ് ഇന്ത്യയിൽ സംസ്ഥാന മുഖ്യമന്ത്രി പദം വഹിച്ച ആദ്യ വനിത. ഭക്ഷ്യസുരക്ഷാ ബിൽ നിയമമായത് എന്ന്? 2013 സെപ്റ്റംബർ 12. 2013 സെപ്റ്റംബർ 12 ഭക്ഷ്യസുരക്ഷാ ബിൽ നിയമമായത്. നോക്കിയ ഏത് രാജ്യത്തെ പ്രമുഖ മൊബൈൽ ഫോൺ കമ്പനിയാണ്? ഫിൻലാൻഡ്. നോക്കിയ ഫിൻലാൻഡിലെ പ്രമുഖ മൊബൈൽ കമ്പനിയാണ്. കേരളത്തിലെ 6ാമത് മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെ? മഞ്ചേരി. മഞ്ചേരിയിലാണ് കേരളത്തിലെ 6ാമത് മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത്. സത്യജിത് റായുടെ പതേർ പാഞ്ചാലിയുടെ മുഖ്യ വിഷയം ദാരിദ്ര്യം. ദാരിദ്ര്യമാണ് സത്യജിത് റായുടെ പതേർ പാഞ്ചാലിയുടെ മുഖ്യ വിഷയം. ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡന്റായ വ്യക്തി ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡന്റായ വ്യക്തി. ബ്രിട്ടീഷ് ഗവർണർ ജനറലിന് കൂടുതൽ അധികാരം ലഭിച്ച നിയമം 1773 റെഗുലേറ്റിംഗ് ആക്ട്. 1773 റെഗുലേറ്റിംഗ് ആക്ടാണ് ബ്രിട്ടീഷ് ഗവർണർ ജനറലിന് കൂടുതൽ അധികാരം ലഭിച്ച നിയമം. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ എന്നു മുതലാണ് വൈസ്രോയെ അറിയപ്പെടാൻ തുടങ്ങിയത്? 1858 ഓഗസ്റ്റ് 2. 1858 ഓഗസ്റ്റ് 2 ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ വൈസ്രോയി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ഏത് സംസ്ഥാനത്തെ പ്രധാന കലാരൂപമാണ് യക്ഷഗാനം? കർണാടകം. കർണാടകയിലെ പ്രധാനപ്പെട്ട കലാരൂപമാണ് യക്ഷഗാനം. എ ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് എ ലോങ് വാക്ക് ടു ഫ്രീഡം. മലയാളത്തിൽ തനത് നാടകവേദിക്ക് രൂപം നൽകിയ ജി ശങ്കരപ്പിള്ള ആദ്യം അവതരിപ്പിച്ച നാടകം? സ്നേഹദൂതൻ. സ്നേഹദൂതൻ എന്നാണ് മലയാളത്തിൽ തനത് നാടകവേദിക്ക് രൂപം നൽകിയ ജി ശങ്കരപ്പിള്ള ആദ്യം അവതരിപ്പിച്ച നാടകം. ഗുജറാത്തിൻ്റെ ഏത് മുഖ്യമന്ത്രിയായിരുന്നു പഞ്ചായത്ത് രാജിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്? ബൽവന്ത് റായ് മേത്ത. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ബൽവന്ത് റായ് മേത്തയാണ് പഞ്ചായത്ത് രാജിൻ്റെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എ ട്രെയിൻ ഓഫ് ടു സിറ്റീസ് എന്ന നോവൽ രചിച്ചതാര്? ക്വസ്റ്റ്യൻ ഒഴിവാക്കി. കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം? മലബാർ വന്യജീവി സങ്കേതം. മലബാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം. പാവപ്പെട്ടവരുടെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം? നെല്ലിയാമ്പതി. നെല്ലിയാമ്പതിയാണ് പാവപ്പെട്ടവരുടെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം. പാലുൽപാദനത്തിൽ കൂടുതൽ പുരോഗതി നേടിയ സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് പാലുൽപാദനത്തിൽ കൂടുതൽ പുരോഗതി നേടിയ സംസ്ഥാനം. ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നത് ആരാണ്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനാണ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നത്. അന്തർദേശീയ ജലസഹകരണ വർഷം ഏത്?
2013. 2013 ആയിരുന്നു അന്തർദേശീയ ജലസഹകരണ വർഷം. KSEBയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം. കഞ്ചിക്കോട്. കഞ്ചിക്കോടാണ് KSEBയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല. കണ്ണൂർ. കണ്ണൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല. കേരള വർണ്ണനയുള്ള കാളിദാസ കൃതി. രഘുവംശം. രഘുവംശമാണ് കേരള വർണ്ണനയുള്ള കാളിദാസ കൃതി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ബാക്കി ഭാഗം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.